സ്വർണ്ണക്കവർച്ചയ്ക്ക് പിന്നാലെ ആഗോള അയ്യപ്പ ഭക്ത സംഗമവും അന്വേഷണം നേരിട്ടതോടെ പിണറായി സർക്കാർ കടുത്ത പ്രതിരോധത്തിലാണ്. ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കുകൾ സർക്കാരിന് ഹൈക്കോടതിയിൽ വിശദീകരിക്കേണ്ടി വരും. സംഗമം തട്ടിപ്പാണെന്ന ഹൈന്ദവ സംഘടനകളുടെ വാദം ശരിവയ്ക്കുന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ടുകൾ. അതേസമയം കണക്കുകളിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മൗനം തുടരുകയാണ്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സന്നിധാനത്തെ സ്വർണം മുഴുവൻ വാരി പമ്പയിൽ വന്ന് ആഗോള സംഗമം നടത്തി പണവും വാരി. ഇതിപ്പോൾ റിപ്പോർട്ട് വലിയ പ്രതിരോധത്തിലാക്കുന്നുണ്ട് CPM-നെ, സർക്കാരിനെ, ദേവസ്വം ബോർഡിനെ, അല്ലേ? കൃഷ്ണരാജ്, തീർച്ചയായും അതുതന്നെയാണ്. ഈ സ്വർണ്ണക്കവർച്ചയിൽ CPM നേതാക്കളും മുൻ MLA-യും അടക്കമുള്ളവർ പിടിയിലായതും അറസ്റ്റിലായതും അതിനുശേഷം അതിനെ ന്യായീകരണവാദങ്ങളൊക്കെ നിർത്തിയതുമെല്ലാം നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അയ്യപ്പ സംഗമം സർക്കാരിന് വലിയ തലവേദനയാകുന്നത്. തുടക്കത്തിൽ തന്നെ അറിയാം, ഈ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് പോയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. കാരണം ഇത് അയ്യപ്പ സംഗമം എന്ന പേരിൽ തന്നെ നമുക്കറിയാം നടത്തിയത് പുറത്തു നിന്നുള്ള, വിദേശത്തു നിന്നുള്ള ബിസിനസ് നടത്തുന്ന ആളുകളെയും അങ്ങനെ കോർപ്പറേറ്റുകളായിട്ടുള്ള ആളുകളെയും ഒക്കെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഉള്ളൊരു രീതിയിലായിരുന്നു ഈ സംഗമം നടത്തിയത്. അന്നേ BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും ഹൈന്ദവ സംഘടനകളും പറഞ്ഞിരുന്നു ഇത് തട്ടിപ്പ് സംഗമമാണ് എന്ന് അന്നേ തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും അതൊക്കെ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ പ്രശാന്ത് തുടരാം. അതൊക്കെ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിൽ അത് പ്രതിസന്ധിക്ക് അതായത് സർക്കാരിന് തന്നെ പ്രതിസന്ധിക്ക് കാരണമാകുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ സംഗമവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നിരവധി ക്രമക്കേടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഹൈക്കോടതിയുടെ തന്നെ കർശന നിർദ്ദേശം ഇക്കാര്യത്തിലുണ്ടായിരുന്നു. ദേവസ്വം ബോർഡിൻ്റെ തനത് ഫണ്ടിൽ നിന്നോ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ടോ യാതൊരു കാരണവശാലും ഇത്തരത്തിൽ സംഗമം നടത്താൻ പാടില്ല എന്ന കർശന നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ആ നിർദ്ദേശങ്ങളെല്ലാം മറികടന്നുകൊണ്ട് അതിലൊന്നും യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടുകൾ തന്നെ അതിൽ നിന്ന് എടുക്കുകയും എടുത്തുകൊണ്ട് ആ സംഗമത്തിലേക്കായി ഉപയോഗിക്കുകയും ചെയ്തു. 2 കോടിക്ക് മുകളിലേക്ക് തുക ഇത് വിനിയോഗിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായാലും അതിനുശേഷം ഇങ്ങോട്ട് വന്ന് ഓരോ കണക്കുകൾ നോക്കുമ്പോഴും സംഗമവുമായി ബന്ധപ്പെട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകളെല്ലാം പരിശോധിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ കാണുന്നു. GST അടക്കമുള്ളവ ലഭിക്കാതിരിക്കാൻ സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല പന്തൽ നിർമ്മിച്ചതിലായിക്കോട്ടെ, ടെൻഡർ കൊടുത്തതിലായിക്കോട്ടെ, ഇങ്ങോട്ട് വന്ന് എല്ലാ കാര്യങ്ങളിലും വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം സർക്കാരിന് വലിയ തലവേദനയായിരിക്കുന്നു. ഇതിൻ്റെ സാമ്പത്തികം ചെലവഴിച്ചത് എങ്ങനെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളിലെല്ലാം സർക്കാരിന് ഉത്തരം പറയാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് മാറുന്നൊരു സാഹചര്യമുണ്ട്. ഏത് രീതിയിൽ ഇത് എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ഇതെല്ലാം വലിയ രീതിയിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരം മുട്ടുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ പ്രശ്നത്തെ പരിഹരിക്കുവാനുള്ള നീക്കം, നേരത്തെ നമുക്കറിയാം തന്ത്രിയെ കുടിക്കിയതുപോലെ ഈ പ്രശ്നത്തെയും പരിഹരിക്കുവാനുള്ള നീക്കം, അല്ലെങ്കിൽ ഇതിനെ സർക്കാരിന് ഇതിൽ നിന്നും പങ്കൊന്നുമില്ല എന്ന രീതിയിലേക്ക് വരുത്തി തീർക്കുവാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. കാരണം ഹൈക്കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഊരാളുങ്കലിൽ നിന്നടക്കം തുക കുറപ്പിക്കുവാനുള്ള നീക്കം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് തങ്ങളെ കൈ ശുദ്ധമാക്കാനുള്ള ശ്രമം പേരിൽ ഈ നിയമസഭയെ പോലും നമ്മുടെ ദേവസ്വം മന്ത്രി തെറ്റിദ്ധരിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങൾ കണ്ടപ്പോൾ വീണ്ടും ഇത് ആവർത്തിച്ചു എന്നുള്ളതാണ്. ഇത് ഒന്നുകിൽ ഇവർക്ക് ഇതൊന്നും അറിയില്ല, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് കള്ളം പറയുന്നു. ഇതിൽ ഏതെങ്കിലും ഒന്നും സംഭവിച്ചല്ലേ പറ്റൂ. അപ്പൊ എന്തൊരു അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ്, അല്ലെ? അറിഞ്ഞില്ലെങ്കിൽ അവിടെയുമുണ്ട് പാളിച്ച. നമ്മൾ എത്രയോ തവണ പറഞ്ഞു, സന്നിധാനത്ത് പോകും, കൈ പിറകിൽ കെട്ടി നിൽക്കും. തീർത്ഥം ബാക്കിയുള്ളവരെല്ലാം ഏറ്റുവാങ്ങുമ്പോൾ അത് വാങ്ങാതെ കൈകെട്ടി നിൽക്കും. എന്നിട്ട് അവിശ്വാസികളായ ഇവർ, വിശ്വാസത്തെ തള്ളിപ്പറയുന്ന ഇവർ അവിടെയുള്ള മുഴുവൻ അടിച്ചു മാറ്റും. അപ്പോൾ അതിനുള്ളൊരു കേന്ദ്രമാണെന്ന് ഇവർ കരുതി. പക്ഷേ അയ്യപ്പനത് പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. തുടരെ വാർത്തകൾ പുറത്തു വരുന്നു. തട്ടിപ്പ്, വെട്ടിപ്പ്, കൊള്ള. അല്ലെങ്കിൽ തന്നെ ഇവരെ ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ വേണ്ടി പറഞ്ഞൊരു ന്യായീകരണമുണ്ട്. അയ്യപ്പനെ ലോകം മൊത്തം കാണിച്ചു കൊടുക്കാനാണ്, അയ്യപ്പന് പ്രചാരം നേടിക്കൊടുക്കാനാണ്, അല്ലേ? എന്നിട്ട് നടത്തിയത് എന്താണ് എന്നുള്ളതാണ്. എന്തായാലും